അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയെടുത്ത് വെച്ചിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാം കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. എന്നാലും ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നുള്ളത്. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അതിൻ്റെ മെയിൻ ചെയിൻ ഏതാണെന്ന് നോക്കുകയാണ്. ഇതല്ലേ മെയിൻ ചെയിൻ, ഇതിപ്പോൾ വരച്ചതാണ് മെയിൻ ചെയിൻ ആയിട്ടുള്ളത്. അതിൽ എത്ര കാർബൺ ഉണ്ട് നോക്കാം. എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 6 6 കാർബൺ വരുന്ന ചെയിനാണ്. അപ്പോൾ ഹെക്സ് ആയിരിക്കും വരിക, ഹെക്സെയിൻ ആയിരിക്കും വരിക. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ് നോക്കേണ്ടത്, അതിലെ ഏതെല്ലാം ബ്രാഞ്ചിൽ എന്തൊക്കെയാണ് വരുന്നത്, എത്ര എണ്ണമാണ് വരുന്നതാണ് നോക്കേണ്ടത്. അപ്പോൾ ബ്രാഞ്ചിൽ ആരൊക്കെയാണ് വരുന്നത്? CH3 ഗ്രൂപ്പാണ്, 2 എണ്ണം വരുന്നുണ്ട്. ഏതൊക്കെ പൊസിഷനിലാണ് വരുന്നത് നെക്സ്റ്റ് നോക്കാം. അപ്പം ഒന്ന് ലെഫ്റ്റ് നിന്ന് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 1 2 3 4 5 6 അങ്ങനെ വരും അല്ലേ. ലെഫ്റ്റ് നിന്നാണെങ്കിൽ. റൈറ്റ് നിന്നാണെങ്കിൽ എങ്ങനെ വരും? റൈറ്റ് നിന്നാണെങ്കിൽ ഇങ്ങനെ താഴെ നമ്പർ ഇട്ടിട്ട് 1 2 3 4 5 6 എന്ന് കൊടുക്കാം. അപ്പോൾ ലെഫ്റ്റ് നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ നോക്കിയേ, രണ്ടാമത്തെ പൊസിഷനിലും നാലാമത്തെ പൊസിഷനിലാണ് CH3 ഗ്രൂപ്പ് വരുന്നത്. റൈറ്റ് നിന്ന് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക? 1 2 3 അങ്ങനെ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ എത്രാമതാണ് വരിക? 3 5 ആയിരിക്കും വരിക. അപ്പോൾ ഏതാണ് നമ്മൾ എടുക്കേണ്ടത്? 2 4 വരികയാണ്. അതേ ടൈം തന്നെ എന്ത് വയ്ക്കുക? 3 5 വരികയാണ്. ഇല്ലെങ്കിൽ 2 ആദ്യം വരികയാണ്, മറ്റൊരു കേസിൽ 3 ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ ഏതാ ബ്രാഞ്ച് വരുന്നത് നമ്മൾ എടുക്കേണ്ടത്? 2 ആദ്യം വരുന്ന ബ്രാഞ്ചാണ് നമ്മൾ എടുക്കേണ്ടത്. അത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ് കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കിയേ, ആദ്യം പൊസിഷനായിട്ട് എഴുതിയേക്കാം 2 4 2 4 ഹൈഫൺ എത്ര മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ? 2 മീഥൈൽ ഗ്രൂപ്പ്. അപ്പോൾ ഡൈമീഥൈൽ 2,4 ഡൈമീഥൈൽ. എഴുതാൻ ചെറിയ പ്രയാസമുള്ളതുകൊണ്ടാണ് നിങ്ങളോട് ആദ്യം പറഞ്ഞത്. കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കിപ്പ് ചെയ്തിട്ട് കണ്ടാലും മതി കേട്ടോ, സ്പീഡ് കൂട്ടിയിട്ട് കണ്ടോ. ഡൈമീഥൈൽ ഹെക്സെയിൻ, ഡൈമീഥൈൽ ഹെക്സെയിൻ വരും. ഡൈമീഥൈൽ ഹെക്സെയിൻ വരും. ഹെക്സ് എന്ന് വരാൻ കാരണം എന്താ? 6 കാർബണാണ് മെയിൻ ചെയിനിലുള്ളത്. അതിൽ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് എയിൻ എന്ന് വരുന്നത്. ഓക്കെ, ഡൈമീഥൈൽ ഹെക്സെയിൻ വരും. റെഡി. അപ്പോൾ അതങ്ങനെ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് രണ്ടാമത്തെ കേസിൽ നോക്കാം. രണ്ടാമത്തെ കേസിൽ നോക്കുമ്പോൾ 2 2 3 ട്രൈമീഥൈൽ പെൻറ്റെയിൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? ആദ്യം തന്നെ എത്ര കാർബണാണ്? പെൻറ്റെയിൻ എന്ന് പറയുമ്പോൾ 5 കാർബണാണ് വരിക. പെൻറ്റെയിൻ എന്ന് പറയുമ്പോൾ 5 കാർബൺ. പെൻറ്റ് എന്ന് പറയുമ്പോൾ 5 കാർബൺ, ഡബിൾ ബോണ്ടൊന്നും ഇല്ലാതെ വരും. 3 4 5 കാർബൺ വരും. അതിൽ 2 2 3 ട്രൈമീഥൈൽ എന്നാണ് പറയുന്നത്. ട്രൈ എന്ന് പറയുമ്പോൾ 3, മീഥൈൽ എന്ന് പറയുമ്പോൾ CH3. അപ്പോൾ 3 CH3 ഗ്രൂപ്പ് ഉണ്ട്. എവിടെയൊക്കെ? 1 രണ്ടാമത്തെ പൊസിഷനിൽ വരച്ചോ. ലെഫ്റ്റ് നിന്ന് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 1 രണ്ടാമത്തെ പൊസിഷനിൽ ഒരു CH3 ഗ്രൂപ്പ്. രണ്ടാമത്തെ പൊസിഷനിൽ ഒരു CH3 ഗ്രൂപ്പ്. പിന്നെ CH3 ആണ് ഇത്. രണ്ടാമത്തെ പൊസിഷനിൽ ഒരു CH3 ഗ്രൂപ്പ്. പിന്നെ അതേപോലെ തന്നെ 2 2 ഒന്നും കൂടി അല്ലേ, ഒരു 2 കൂടി കൊടുത്തതിൻ്റെ അർത്ഥം എന്താ? രണ്ടാമത്തെ പൊസിഷനിൽ തന്നെ മറ്റൊരു CH3 ഗ്രൂപ്പും കൂടി ഉണ്ട്. രണ്ടാമത്തെ പൊസിഷനിൽ തന്നെ മറ്റൊരു CH3 ഗ്രൂപ്പ് കൂടെ വരുന്നുണ്ട്. അങ്ങനെ മറ്റൊരു CH3 ഗ്രൂപ്പ്. പിന്നെ എവിടെയാണ് CH3 ഗ്രൂപ്പ് വരുന്നത് നോക്കിയേ? മൂന്നാമത്തെ പൊസിഷനിൽ ഒരു CH3 ഗ്രൂപ്പ് വരുന്നുണ്ട്. മൂന്നാമത്തെ പൊസിഷനിൽ ഒരു CH3 ഗ്രൂപ്പ് വരുന്നുണ്ട്. മൂന്നാമത്തെ പൊസിഷനിലും ഒരു CH3 ഗ്രൂപ്പ് വരുന്നുണ്ട്. ഓക്കെ, റെഡി. ഇനി ബാക്കിയുള്ള ഹൈഡ്രജൻ കൊടുത്താൽ പോരെ. ഇവിടെ ഇനിയിപ്പോൾ എത്ര ഹൈഡ്രജൻ വേണം? 3 ഹൈഡ്രജൻ വേണം. കാരണം എന്താ? ഓൾറെഡി 4 ബോണ്ടാണ് ഉണ്ടാവുക. ഇവിടെ ഓൾറെഡി ഒരു ബോണ്ട് വന്നിട്ടുണ്ട്, ബാക്കി 3 കൂടെ. ഇവിടെ ഇനിയിപ്പോൾ ബോണ്ടിൻ്റെ ഹൈഡ്രജൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, 4 ഭാഗത്തും ബോണ്ടഡ് ആണ്. ഇവിടെ 3 എണ്ണം ഉണ്ട്, അപ്പോൾ ഒരു ഹൈഡ്രജൻ ഇവിടെ വരും. പിന്നെ ഇവിടെ 2 ഭാഗത്ത് ബോണ്ടഡ് ആണ്, അപ്പോൾ 2 ഹൈഡ്രജൻ വരും. CH2. നിങ്ങൾ അന്നേരം ശ്രദ്ധിക്കുക, ലാസ്റ്റ് നോക്കിയാൽ വരച്ചിരിക്കുന്നത് മനസ്സിലാവില്ല. ലാസ്റ്റ് ഇവിടെ CH3. അയ്യോ പോയി. CH3 ഗ്രൂപ്പ്, CH3 ആണത്. ഓക്കെ, ഇവിടെ വരുമ്പോൾ CH3 ഗ്രൂപ്പാണ് വരിക. കിട്ടിയിട്ടുണ്ടാവില്ലേ നിങ്ങൾക്ക്? ഉദ്ദേശിച്ച് എന്താണെന്ന് മനസ്സിലായില്ലേ? അത് മതി. CH3 ഗ്രൂപ്പ് വരും. റെഡി അല്ലേ? അപ്പോൾ CH3 ഹൈഫൺ എടുത്തത് ബോണ്ട് CH3 ബോണ്ട് CH2 CH3 ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. റെഡി. അപ്പോൾ മൂന്നാമത്തെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഈ കേസ് നോക്കിയേ, ഈ കേസിൽ നാലാമത്തെ കേസിൽ ഏതാണ് വലിയ ചെയിൻ നോക്കാം. ഇതല്ലേ വലിയ ചെയിൻ എന്ന് പറയുന്നത്. അത് കിട്ടാത്തവരുണ്ടാവും, കാരണം സ്ട്രെയിറ്റ് ചെയിൻ എടുത്ത് പോയിട്ടുണ്ട്. അത് സ്ട്രെയിറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ 4 ആളേ ഉള്ളൂ. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 5 ആൾ വരുന്നുണ്ട്. 5 ആൾ വരിക വെച്ചാൽ അതാണ് മെയിൻ ചെയിൻ. പിന്നെ എന്തൊക്കെയാണ് 2 ബ്രാഞ്ചസ് വരുന്നത്? ബ്രാഞ്ചസ് ഏതൊക്കെയാണ് വരുന്നത്? ബ്രാഞ്ചസ് നോക്കിയേ, ഒരു CH3 ഇവിടെയും ഒരു CH3 ഇവിടെ വരുന്നുണ്ട്. അത് രണ്ടുമല്ലേ ബ്രാഞ്ചസ് വരുന്നത്. താഴെ നിന്ന് കൗണ്ട് ചെയ്താലും റൈറ്റ് നിന്ന് കൗണ്ട് ചെയ്താലും മൂന്നാമത്തെ പൊസിഷനിലായിട്ടാണ് ഈ ബ്രാഞ്ചസ് വരുന്നത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? മൂന്നാമത്തെ പൊസിഷനിൽ തന്നെ
രണ്ട് CH3 ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ 3 3 ഹൈഫൺ എത്ര മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്? 2 മീഥൈൽ ഗ്രൂപ്പ്. ഡൈ മീഥൈൽ 3 3 ഡൈ മീഥൈൽ എന്ത് വരും? മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട് നോക്കിയേ. നമ്മളിപ്പോൾ മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന വലിയ ചെയിൻ. വലിയ ചെയിനിൽ എത്ര കാർബൺ വരുന്നുണ്ട്? 5 കാർബൺ. 5 എന്ന് പറയുമ്പോൾ പെൻറ്റ്. അപ്പോൾ പെൻറ്റ് എയിൻ. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എയിനാണ് വരിക. പെൻറ്റ് എയിൻ എന്ന് വരും. റെഡിയല്ലേ? ഇങ്ങനെയാണ് നമ്മൾ നെയിമിങ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ലാസ്റ്റ് ക്ലാസ് പറഞ്ഞൊരു കണ്ടിന്യൂഷൻ ആയിട്ട് ഇത് കൊടുത്തു തന്നേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നോമൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരാത്ത കേസ്. ഇനി പറയാൻ പോകുന്നത് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒക്കെ വരുന്ന കേസ്. ഓക്കെ, അപ്പോൾ വരുന്ന കേസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോമൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നില്ല വെച്ചിട്ട് നോക്കാം. ഇവിടെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ എങ്ങനെ എഴുതണം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് വരക്കുമ്പോൾ ഓൾറെഡി നമുക്ക് ആൻസർ കിട്ടും ഡയറക്റ്റ് ആയിട്ട് തന്നെ. ഇവിടെ ഓൾറെഡി അവരൊരു സ്ട്രക്ചർ തന്നിട്ടുണ്ടല്ലോ. ഒരു സിമ്പിളാണ്. സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഇതെന്ത് നോക്കാം? ഇതിലിപ്പോൾ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കാം. 4 കാർബൺ അല്ലേ ഉള്ളത്? അത് ഡൗട്ടൊന്നും ഇല്ലല്ലോ. 4 എന്ന് പറയുമ്പോൾ അതിൻ്റെ റൂട്ട് നെയിം എങ്ങനെയാണ് വരിക? ബ്യൂട്ട് അല്ലേ? ബ്യൂട്ട്. 4 എന്ന് പറയുമ്പോൾ ബ്യൂട്ട്, 3 എന്ന് പറയുമ്പോൾ പ്രൊപ്പ്, 5 എന്ന് പറയുമ്പോൾ പെൻറ്റ്. അതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. ഒന്ന്. ഇനി നിങ്ങൾ നോക്കാൻ പോകുന്നത് ഈ ഡബിൾ ബോണ്ട് ഉണ്ടല്ലോ. ഇവിടെ ഡബിൾ ബോണ്ട് എങ്ങനെയാണ്? നമുക്ക് 2 രീതിയിൽ കൗണ്ട് ചെയ്യാം. ഒന്ന് ലെഫ്റ്റ് നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. 1 2 3 4. ലെഫ്റ്റ് നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. റൈറ്റ് നിന്ന് കൗണ്ട് ചെയ്യുമ്പോഴോ ദേ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പോലെ 1 2 3 4 ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ 1ൻ്റെയും 2ൻ്റെയും ഇടക്കായിട്ടാണ് എന്ത് വരുന്നത്? ഈ ഡബിൾ ബോണ്ട് വരുന്നത്. റൈറ്റ് നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ 3ൻ്റെയും 4ൻ്റെയും ഇടക്കായിട്ടാണ് വരുന്നത് അല്ലേ? ലെഫ്റ്റ് നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ 1ൻ്റെയും 2ൻ്റെയും ഇടക്കും, റൈറ്റ് നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ 3ൻ്റെയും 4ൻ്റെയും ഇടക്കും. അപ്പോൾ നമ്മൾ ഏതാ എടുക്കേണ്ടത്? 1ൻ്റെയും 2ൻ്റെയും ഇടക്ക് ഏറ്റവും ചെറുത് വരുന്നത്. 1ന് ശേഷം ഡബിൾ ബോണ്ട് വരുന്നതായിരിക്കും എടുക്കേണ്ടത്. ലോവസ്റ്റ് നമ്പറാണ് വരിക, നമ്മൾ നോക്കണ്ടേ. അപ്പം ബ്യൂട്ട് ഹൈഫൺ ഏതാ നമ്മൾ എടുക്കേണ്ടത്? എത്രാമത്തെ പൊസിഷൻ കഴിഞ്ഞിട്ടാണ് ഈ ഡബിൾ ബോണ്ട് വരുന്നത്? 1ാമത്തെ പൊസിഷൻ കഴിഞ്ഞിട്ട്. അപ്പം ബ്യൂട്ട് ഹൈഫൺ 1 ഹൈഫൺ ഡബിൾ ബോണ്ട് ആണോ ട്രിപ്പിൾ ബോണ്ട് ആണോ വന്നിരിക്കുന്നത്? ഡബിൾ ബോണ്ട്. അപ്പം ഈൻ. ഡബിൾ ബോണ്ട് ആകുമ്പോൾ ENE ആണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. ENE. ഡബിൾ ബോണ്ട് ENE. ബ്യൂട്ട് 1 ഈൻ എന്ന ആൻസറായിട്ട് വരും. ഓക്കെ, കണ്ടോ? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതെല്ലാം കൂടി അവർ എഴുതിയിരിക്കുന്നത് കണ്ടോ? ബ്യൂട്ട് 1 ഈൻ എന്ന് പറയും. ഇതിൽ ഏതാണ് ശരി എന്നുള്ള രീതിയിലൊക്കെ അവർ ചോദിക്കുന്നത്. ഏതാണ് നമ്മൾ ലോവസ്റ്റ് പൊസിഷൻ നമ്പർ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ 1ൽ ഈ ഓർഡർ ഇതാണോ ലോവസ്റ്റ് പൊസിഷൻ നമ്പർ വരുന്നത്? 1ലാണ് ലോവസ്റ്റ് പൊസിഷൻ നമ്പർ വരുന്നത്. അപ്പോൾ ബ്യൂട്ട് 1 ഈൻ ആണ് നമ്മുടെ ആൻസറായിട്ട് കിട്ടാം. ഇത് നോക്കിയേ, ഈ കേസിലും അതേപോലെ തന്നെ 4 കാർബൺ ആണ്. ലെഫ്റ്റിൽ നിന്ന് കൗണ്ട് ചെയ്താൽ 2ൻ്റെ 3ൻ്റെ ഇടക്കാണ്, റൈറ്റിൽ നിന്ന് കൗണ്ട് ചെയ്താലും 2ൻ്റെ 3ൻ്റെ ഇടക്കാണ്. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാം. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും വരിക? ടോട്ടൽ 4 കാർബൺ തന്നെ. അപ്പോൾ ബ്യൂട്ട് എത്രാമത്തെ പൊസിഷനിലാണ്? എന്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡബിൾ ബോണ്ട് വരുന്നത്? 2ാമത്തെ പൊസിഷൻ കഴിഞ്ഞിട്ടല്ലേ? എങ്ങനെ കൗണ്ട് ചെയ്താലും 2ാമത്തെ പൊസിഷൻ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ബ്യൂട്ട് 2 ഡബിൾ ബോണ്ട് ആണ് വരുന്നത്. അപ്പോൾ ഈനാണ് വരിക. ബ്യൂട്ട് 2 ഈൻ. റെഡി അല്ലേ? അത് റെഡി. ഇവിടെ വേണമെങ്കിൽ ആൻസർ ആയിട്ട് നമുക്ക് എഴുതാം. ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ഇൻ ദിസ് ചെയിൻ. എത്ര കാർബൺ ഉണ്ട് ടോട്ടൽ? 4 കാർബൺ ആണുള്ളത്. വേർഡ് റൂട്ട് എന്തായിരിക്കും വരിക? 4 എന്ന് പറയുമ്പോൾ ബ്യൂട്ട് എന്നാണ് വരിക. നിങ്ങൾ എഴുതാം, ബ്യൂട്ട് എന്ന് എഴുതാം. 4 കാർബൺ ആകുമ്പോൾ ബ്യൂട്ട് എന്നാണ് വരിക. പൊസിഷനിങ്ങിന് ഡബിൾ ബോണ്ട് കറക്റ്റ് നമ്പർ ഓഫ് പൊസിഷനിങ് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇപ്പോൾ കാർബൺ ഇത്രാമത്തെ പൊസിഷനാണ് വരുന്നത്. സഫിക്സ് എന്താ വരിക? അപ്പോൾ സഫിക്സ് എന്താണ് വരിക? IUPAC നെയിം എന്താണ് വരിക? ഫൈനലി നമുക്ക് ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ബ്യൂട്ട് 2 ഈൻ ആണ് ആൻസർ ആയിട്ട് വരിക. റെഡി അല്ലേ? അതിനുശേഷം ഓക്കെ, താഴെയും കൊടുത്തിട്ടുണ്ട് വേറെ. നോട്ട് ദാറ്റ് ദ പൊസിഷൻ ഓഫ് ദി ഡബിൾ ബോണ്ട് ഇൻ ദ കാർബൺ ചെയിൻ ഇസ് ഡിഫറെൻറ്റ്. നമ്മളിപ്പോൾ ഈ ഒരു കേസ് നോക്കാം. ഈ ഒരു കേസ് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് നോക്കാം? 1ാമത്തെ പൊസിഷൻ ഇങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്യാം. 1 2 3 4 5. ലെഫ്റ്റ് നിന്ന് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് നെയിമിങ് വരിക. ഇങ്ങനെയാണ് കൗണ്ട് ചെയ്യാൻ പറ്റുക. റൈറ്റ് നിന്ന് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കൗണ്ട് ചെയ്യാം. 1 2 3 4 5. അപ്പം നമ്മൾ ലെഫ്റ്റ് നിന്ന് കൗണ്ട് ചെയ്തപ്പോൾ ഏത് കാർബൺ കഴിഞ്ഞിട്ടാണ് ഡബിൾ ബോണ്ട് വരുന്നത്? 3ാമത്തെ കാർബൺ കഴിഞ്ഞിട്ടാണ് ഡബിൾ ബോണ്ട് വരുന്നത്. റൈറ്റ് നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ 2ാമത്തെ കാർബൺ കഴിഞ്ഞിട്ടാണ് ഡബിൾ ബോണ്ട് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഏതാ എടുക്കേണ്ടത്? 2ാമത്തെ കാർബൺ വേണ്ടിയിട്ടുള്ളത്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടുള്ള കൗണ്ടിങ് അല്ലേ എടുക്കേണ്ടത്? കാരണം ലെഫ്റ്റിൽ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ 3ാമത്തെ പൊസിഷൻ കഴിഞ്ഞിട്ടാണ് ഡബിൾ ബോണ്ട് വരുന്നത്. റൈറ്റിൽ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ 2ാമത്തെ പൊസിഷൻ കഴിഞ്ഞിട്ടാണ് ഡബിൾ ബോണ്ട് വരുന്നത്. അപ്പോൾ ഏതാ എടുക്കേണ്ടത്? റൈറ്റിൽ നിന്ന് വരുന്നതാണ് എടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ നെയിം വരിക? എത്ര കാർബൺ ഉണ്ട് ടോട്ടൽ? 5 കാർബൺ. അപ്പം പെൻറ്റ്. 5 എന്ന് പറയുമ്പോൾ പെൻറ്റ് ഹൈഫൺ എത്രാമത്തെ പൊസിഷൻ കഴിഞ്ഞിട്ടാണ് ഡബിൾ ബോണ്ട് വരുന്നത്? നമ്മൾ എടുക്കേണ്ടത് ഏതാ?
റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എടുക്കേണ്ടത്, കാരണം ലോവസ്റ്റ് നമ്പർ വരുന്നത് 2 വരുന്നത്. പെൻറ്റ് 2 ഹൈഫൺ ഡബിൾ ബോണ്ട് ആണ്, അപ്പോൾ ഇ പെൻറ്റ് 2 ഇൻ. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പെൻറ്റ് 3 വരുമോ? റൈറ്റിൽ നിന്ന് അക്കൗണ്ട് ചെയ്തെങ്കിൽ 3 വരും, പക്ഷെ 3 വരാൻ പാടുണ്ടോ? വലിയ നമ്പർ വരാൻ പാടില്ല, ചെറുതുണ്ടെങ്കിൽ ചെറുത് തന്നെ എടുക്കണം. അപ്പോൾ പെൻറ്റ് 2 ആണ് ആൻസർ ആയിട്ട് വരിക. റെഡി. ഇതിൻ്റെതും പറഞ്ഞേ, ഇതിൻ്റെ മോളിക്കുലാർ ഫോമുല ചോദിക്കുന്നുണ്ട്. മോളിക്കുലാർ ഫോമുല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലല്ലോ, സംഭവം സിമ്പിൾ അല്ലേ. എത്ര കാർബൺ എത്ര ഹൈഡ്രജൻ എന്നാണ് മോളിക്കുലാർ ഫോമുല. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4, 4 കാർബൺ C4. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 1 2 3 4 5 6, ഹൈഡ്രജൻ 6 അല്ലേ. അപ്പോൾ ഇതിന് സിമ്പിൾ ആയിട്ടുള്ളൊരു ഫോമുല ഉണ്ടായിരുന്നു, CnH2n - 2 എന്ന് പറഞ്ഞിട്ടുള്ളത്. സി എത്രയാണോ, നമ്മളിപ്പം ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ടിൻ്റെ കേസ് ആണെങ്കിൽ, ട്രിപ്പിൾ ബോണ്ട് വരുന്ന കേസ് ആണെങ്കിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? CN കഴിഞ്ഞ ക്ലാസ് ഇത് 9th നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, CnH2n - 2 ആണെന്ന് ഫോമുല പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ എത്ര കാർബൺ ഉണ്ടോ അതിൻ്റെ ഇരട്ടിയേക്കാൾ 2 കുറവായിരിക്കും അതിനുള്ള ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതല്ലേ ഇവിടെ 4ൻ്റെ ഇരട്ടി 8, 8നേക്കാൾ 2 കുറവാണ് ഹൈഡ്രജൻ. കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇത് ഏത് ഗ്രൂപ്പാണെന്നാണ് ചോദിക്കുന്നത്, ഏത് കാറ്റഗറി ആണെന്നാണ് ചോദിക്കുന്നത്. ഏതാ? ആൽക്കൈൻ. ആൽക്കൈൻ ആണ് വരിക. ആൽക്കൈൻ എന്നാണ് വരിക. ആൽക്കൈൻ എന്നാണ് വരിക. റെഡി. ആൽക്കൈൻ എന്നാണ് വരിക. അതിൻ്റെ നെയിമിങ് കാര്യങ്ങൾ നോക്കിക്കോ. ടോട്ടൽ നമ്പർ ഓഫ് കാർബൺസ് എത്രയാണ്? 4 കാർബൺ ആണുള്ളത്. 4 കാർബൺ എന്ന് പറയുമ്പോൾ റൂട്ട് നെയിം സെയിം തന്നെ, ബ്യൂട്ട്. 4 ആകുമ്പോൾ ബ്യൂട്ട്. എത്രാമത്തെ പൊസിഷനിൽ അതിൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ളത്? ആദ്യത്തെ പൊസിഷനിൽ അല്ലേ. ഇങ്ങനെയല്ലേ കൗണ്ട് ചെയ്യുക? ആദ്യത്തെ പൊസിഷനിലാണ് ട്രിപ്പിൾ ബോണ്ട് ഉള്ളത്. അതെല്ലാം എടുക്കാൻ പറ്റുക. റൈറ്റിൽ നിന്ന് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? റൈറ്റിൽ നിന്ന് കൗണ്ട് ചെയ്താൽ 3ാമത്തെ പൊസിഷനാണ്, അങ്ങനെ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് ചെറുതാണ് വേണ്ടത്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ 2ാമത്തെ പൊസിഷൻ, ഒന്ന് കഴിഞ്ഞ പാടില്ല വരുന്നത് അല്ലേ. ഒന്ന് കഴിഞ്ഞ പാട് വരുന്നുണ്ട്. അപ്പം ബ്യൂട്ട് 1 ട്രിപ്പിൾ ബോണ്ട് ആണ്. ട്രിപ്പിൾ ബോണ്ട് ആവും മീനല്ല, ഐനാണ്, YNE. റെഡി അല്ലേ? അതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. another alkyne with molecular formula C4H6. C4H6 വരുന്ന വേറൊരു കോമ്പൗണ്ടിൻ്റെ IUPAC നെയിമും കാര്യങ്ങളും ഒക്കെ വരക്കാനൊക്കെ നിങ്ങളോട് പറയുന്നുണ്ട്. C4H6 തന്നെ വരണം. C4H6 വരണം, ട്രിപ്പിൾ ബോണ്ടും വരണം. അപ്പം നമുക്ക് എന്ത് വരക്കാം? C4H6 എന്ന് പറയുമ്പോൾ എന്താണത്? ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എങ്ങനെയാണ് ട്രിപ്പിൾ ബോണ്ടാന്ന് മനസ്സിലാവുക? ആൽക്കൈനാണെന്ന് ഓൾറെഡി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? ഇതിൻ്റെ മോളിക്കുലാർ ഫോമിൽ നോക്കിയാൽ മനസ്സിലാവില്ലേ? 4ൻ്റെ ഇരട്ടി 8, 8നേക്കാൾ 2 കുറവ് 6. അപ്പം അങ്ങനെയാവും. കാർബണിന് ഇത്രയാണോ അതിൻ്റെ ഇരട്ടിയേക്കാൾ 2 കുറവാണ് ഹൈഡ്രജൻ എങ്കിൽ അത് ആൽക്കൈൻ ആയിരിക്കും എന്നറിയാലോ. അപ്പം അങ്ങനത്തെ ആൽക്കൈൻ എന്ന് ചോദിക്കുമ്പോൾ 4 കാർബൺ വരുന്ന ആൽക്കൈൻ ഇതാ. ഒന്നിവിടെ പെൻറ്റ് 2 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബ്യൂട്ട് 1 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 4 കാർബൺ വരുന്ന മറ്റൊരു എക്സാമ്പിളും മിസ് ഇവിടെ എഴുതാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ശരിയാവോ ഇല്ലയോ. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതി. ഇതിന് മോളിക്കുലാർ ഫോമുല സാറ്റിസ്ഫൈഡ് അല്ലേ നോക്കിയേ. 4 കാർബൺ, പിന്നെ ഹൈഡ്രജൻ എത്രയാ? 3 3 6 ഹൈഡ്രജൻ. അപ്പോൾ ഇതേതാ? ബ്യൂട്ട് 2ാമത്തെ പൊസിഷനിൽ ട്രിപ്പിൾ ബോണ്ട്. ബ്യൂട്ട് 2 ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് ഐൻ. ബ്യൂട്ട് 2 ഐനാണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത്. ബ്യൂട്ട് 2 ഐനാണ് നമുക്ക് അടുത്ത ഫോമുല. നമുക്ക് ഇത് വെച്ചിട്ട് എഴുതാൻ പറ്റുന്നത്. ഈ ഫോമുല വെച്ച് എഴുതാൻ പറ്റുന്ന മറ്റൊരു കോമ്പൗണ്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. റെഡി. ഇത് തമ്മിൽ എന്താ വ്യത്യാസം എന്നാണ് ചോദിക്കുന്നത്. ഈ 2 സ്ട്രക്ചറും തമ്മിൽ ഇപ്പം മിസ് എഴുതിയ 1ാമത്തെ സ്ട്രക്ചർ, ഇത് ഓൾറെഡി ഉള്ള 1ാമത്തെ സ്ട്രക്ചർ, ഇപ്പോൾ എഴുതിയിരിക്കുന്ന 2ാമത്തെ സ്ട്രക്ചറും തമ്മിൽ എന്താ വ്യത്യാസം? അതിൽ ട്രിപ്പിൾ ബോണ്ടിൻ്റെ പൊസിഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. ആൽക്കൈൻ, രണ്ടും ആൽക്കൈൻസ് ആണ്, രണ്ടും സെയിം മോളിക്കുലാർ ഫോമുലയാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെയും കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇതും കൂടി ചെയ്ത് നോക്കിയാൽ ഇവിടെ ഓൾറെഡി എന്തുണ്ട്? 3 കാർബണേ ഉള്ളൂ. 3 കാർബൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ നെയിം എന്താ വരിക? പ്രൊപ്പ്. അറിയാലോ, 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പാ വരിക. ഇനി എന്ത് നോക്കാം, എത്രാമത്തെ പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്? ലെഫ്റ്റിൽ നിന്ന് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 2 കഴിഞ്ഞിട്ടാണ് വരിക. റൈറ്റിൽ നിന്ന് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 1 കഴിഞ്ഞിട്ടാണ് വരിക. അപ്പോൾ ഏതാ എടുക്കണ്ടേ? റൈറ്റിൽ നിന്ന്. പ്രൊപ്പ് 1 ഹൈഫൺ എന്ത് വരും? ട്രിപ്പിൾ ബോണ്ട് ആണോ ഡബിൾ ബോണ്ട് ആണോ? ഡബിൾ ബോണ്ട്. ഞാൻ ട്രിപ്പിൾ എന്നാണോ പറഞ്ഞത്? ഡബിൾ ആണിത്. ഡബിൾ ആണെങ്കിൽ പ്രൊപ്പ് 1 ഈൻ. ഡബിൾ ആവുമ്പം ENE. ഡബിൾ ആവുമ്പോൾ ENE ആണ് അത്. ഡബിൾ ആവുമ്പം ENE. റെഡി. നെക്സ്റ്റ് ഹെക്സ് 2E ചോദിച്ചിരിക്കുക നമ്മളോട്. ഹെക്സ് 2E വരക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഹെക്സ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ 6 കാർബൺ അങ്ങ് വരച്ചേക്കാം. ഹെക്സ് 2E 6 കാർബൺ വരച്ചേക്കാം. 4 5 6 കാർബൺ വരച്ചേക്കാം. എന്ത് ചെയ്യുക? ഹെക്സ് 2E എന്ന് പറയുമ്പോൾ 1 2 2ാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട് വരെ. ഈനല്ലേ പറയുന്നത്? ഈ എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട്. ഇനി ഹൈഡ്രജനെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുത്തേക്കാം. ഇവിടെ 3 ഹൈഡ്രജൻ കൂടി പറ്റില്ലേ? ഇവിടെ 3 ഹൈഡ്രജൻ, ടോട്ടൽ 4 ഹൈഡ്രജനാണ് പറ്റുക. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഒരു ബോണ്ട് വന്നു, അപ്പോൾ 3 ഹൈഡ്രജൻ കൂടി പറ്റും. ഇവിടെ ഓൾറെഡി 3 ബോണ്ട് വന്നിട്ടുണ്ട്, അപ്പോൾ ഒരു ഹൈഡ്രജൻ കൂടി പറ്റും.
ഇവിടെ ഇനി ഹൈഡ്രജൻ പറ്റുമോ? ഒന്ന് പറ്റും. നിങ്ങൾ വരക്കുമ്പോൾ തന്നെ നോക്കണം. ലാസ്റ്റ് നോക്കിയാൽ വരച്ചത് റെഡിയാവോ കൺഫ്യൂഷൻ ആയിരിക്കും. കാരണം ഇവിടെ എന്തൊക്കെയോ ഞാൻ അതിൻ്റെ ഉള്ളിലോട്ടല്ലേ ഉള്ളത്. ഓൾറെഡി നമ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര പറ്റും? ഇവിടെ ഓൾറെഡി CH2 പറ്റും. ഇവിടെ CH2, ഇവിടെ CH3. അങ്ങനെയല്ലേ വരിക? റെഡി. അപ്പോൾ CH3, CH ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, CH2, CH2, CH3. ഇങ്ങനെയാണ് ഹെക്സ് 2നെ നമുക്ക് വരക്കാൻ പറ്റുക. ഇതിൻ്റെ പേര് പറഞ്ഞോ? 1, 2, 3, 4, 5. 5 കാർബൺ ആണെങ്കിൽ പെൻറ്റ്. 5 കാർബൺ ആണെങ്കിൽ പെൻറ്റ്. 5 കാർബൺ ആണെങ്കിൽ പെൻറ്റ് വരും. പിന്നെ എത്രാമത്തെ പൊസിഷനിലാണ് ട്രിപ്പിൾ ബോണ്ട്? ലെഫ്റ്റ് ഭാഗത്ത് നിന്ന് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 2 കഴിഞ്ഞ പാട്, റൈറ്റിൽ നിന്നാണെങ്കിൽ 3 കഴിഞ്ഞ പാട്. അപ്പോൾ ഏതെടുക്കുക? ലെഫ്റ്റ് എന്നുള്ളത്. പെൻറ്റ് ഹൈഫൺ രണ്ടാമത്തെ പൊസിഷൻ കഴിഞ്ഞ പാട് ട്രിപ്പിൾ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ട് ആകുമ്പോൾ ഈനല്ലല്ലോ വരിക, അയിനാണ് വരിക. അപ്പോൾ ഹെപ്റ്റ് 3 ആയി നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊരു ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം. എന്നിട്ടൊന്ന് ചെക്ക് ചെയ്യാം ഇത് തന്നെയാണോ വരുന്നതെന്നുള്ള നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. ലൈക്കൊക്കെ ഇടുക, കമൻറ്റൊക്കെ ഇടുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.